നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ഈ തലമുറ ഏറെ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് മെസ്സി യുഗത്തിലാണ്. ഇന്നലെ അർജന്റീനയുടെ മത്സരം കണ്ടവർ ഭാഗ്യവാന്മാരാണ്. ആ മത്സരം തത്സമയം കണ്ടവർ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ. ഫുട്ബോൾ ലോകത്ത് ഇനി ലയണൽ മെസ്സിയെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. തൻ്റെ 39ാം ജന്മദിനത്തിന് ഇനി ഒരാഴ്ച കൂടി ബാക്കി. കാൻസസ് സിറ്റിയിൽ അൾജീരിയക്കെതിരെ അർജന്റീനയുടെ മത്സരം. ഈ മത്സരം അർജന്റീന ജയിച്ചു എന്നതല്ല, ലയണൽ മെസ്സിയുടെ ഹാട്രിക് ഗോളുകൾ. ഇത് ഫുട്ബോൾ ചരിത്രത്തിലെ അപൂർവത. ഇനി മെസ്സി അറിയപ്പെടുക സർവകാല മഹാൻ എന്ന വിളിപ്പേരിൽ. ഒരു ഫുട്ബോളർക്ക് ഈ ലോകത്ത് നേടാവുന്നതെല്ലാം നേടിയെടുത്ത മെസ്സി. ലോകകപ്പ് കിരീടം, കോപ്പ അമേരിക്ക, ഒട്ടേറെ ചാമ്പ്യൻസ് ലീഗ് മത്സര വിജയങ്ങൾ. മെസ്സിയുടെ കരിയറിൽ ഇതുവരെ ഒരു ലോകകപ്പ് ഹാട്രിക് വിജയമുണ്ടായിരുന്നില്ല. 2026 ലോകകപ്പ് മത്സരവേദി അർജന്റീനയുടെ ആദ്യ മത്സരം. അവിടെ നമ്മൾ കണ്ടത് അർജന്റീനയുടെ വിജയമല്ല, മെസ്സിയുടെ ഹാട്രിക് ഗോളുകൾ. കാൻസസ് സിറ്റിയിൽ ഇന്നലെ വിരിഞ്ഞത് അത്ഭുത രാത്രിയാണ്. ആ സ്റ്റേഡിയം മുഴുവൻ ഒരാരവം മാത്രം, മെസ്സി മെസ്സി. ക്യാമറ കണ്ണുകൾ സ്റ്റേഡിയത്തിലെ കാണികളുടെ നേർക്ക് തിരിയുമ്പോൾ അവരുടെ മുഖത്ത്, അവരുടെ ശരീരഭാഷയിലുള്ള ആരവം. ഇന്നലെ അർജന്റീനയുടെ ഒരു നല്ല പോരാട്ടം പ്രതീക്ഷിച്ച് ആ സ്റ്റേഡിയത്തിലെത്തിയവർ അക്ഷരാർത്ഥത്തിൽ വിതുമ്പുകയായിരുന്നു. ഇന്നലെ നടന്നത് ആവേശോജ്വലമായ ഒരു മത്സരമായിരുന്നില്ല, ഒരത്ഭുതമായിരുന്നു. ഒരൊറ്റ ലോകകപ്പ് മത്സരം, അവിടെ തകർന്നു വീണത് അനേക റെക്കോർഡുകൾ. ഹാട്രിക് നേട്ടത്തോടെ മെസ്സിയുടെ ആകെ ഗോളുകളുടെ എണ്ണം 16 ഉയർന്നു. ഇപ്പോഴിതാ ജർമ്മനിയുടെ ഇതിഹാസ താരം മിറോസ്ലോവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം മെസ്സി എത്തി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരൻ എന്ന പദവി ഇനി മെസ്സിക്കും സ്വന്തം. ഇന്നലെ നടന്ന മത്സരത്തിന് തൊട്ടു മുൻപ് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 2 ഗോളുകൾ നേടി മെസ്സിയേക്കാൾ മുന്നിലെത്തിയിരുന്നു. എന്നാൽ ഹാട്രിക് നേടി മെസ്സി ആ ലീഡ് തിരിച്ചു പിടിച്ചു. സമ്മർദ്ദങ്ങൾ ഉയരുന്ന ഘട്ടത്തിലൊക്കെ മെസ്സി അപൂർവമായ മത്സരശൈലി പുറത്തെടുക്കും. കൃത്യം 20 വർഷങ്ങൾക്ക് മുൻപ് സെർബിയക്കെതിരെ മെസ്സി തൻ്റെ ലോകകപ്പ് അരങ്ങേറ്റം കുറിച്ച അതേ ദിവസം തന്നെയാണ് ഈ ചരിത്ര നേട്ടവും. മത്സരത്തിൻ്റെ 17ാം മിനിറ്റ് മെസ്സിയുടെ ആദ്യ ഗോൾ പിറക്കുന്നു. ഇന്റർ മയാമിയിലെ സഹതാരം റോഡ്രിഗോ ഡി പോളിൻ്റെ പാസിൽ നിന്നും അൾജീരിയൻ ഗോൾ കീപ്പറും ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാൻ്റെ മകനുമായ ലൂക്ക സിദാനെ കാഴ്ചക്കാരനായി മെസ്സി പന്ത് വലയിരുത്തിക്കുന്നു. 2ാം ഗോൾ താരതമ്യേന എളുപ്പം. അർജന്റീനിയൻ താരത്തിന്റെ ഷോട്ട് തട്ടിക്കയറ്റുമ്പോൾ ലൂക്ക സിദാന് പിഴച്ചു. ബോക്സിലേക്ക് ശരവേഗത്തിൽ പാഞ്ഞു വന്ന മെസ്സി പന്ത് ലക്ഷ്യത്തിലെത്തിക്കുന്നു. തൊട്ടുപിന്നാലെ സഹതാരങ്ങളുടെ മികച്ച മുന്നേറ്റം. ഒടുവിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ മെസ്സി തന്റെ 3ാം ഗോൾ നേടി. ഇത് തന്റെ അവസാന ലോകകപ്പ്. മടങ്ങുന്നത് രാജകീയമായി തന്നെയാവും എന്ന് മെസ്സി ഉറപ്പിച്ചു. അതെ, ആ എണ്ണം പറഞ്ഞ 3 ഗോളുകൾ, ലോകത്തിന്റെ ഗോൾ വല കിലുക്കിയ 3 ഗോളുകൾ. ഫുട്ബോൾ കളിപ്രേമികളുടെ മനസ്സ് നിറഞ്ഞു. മത്സരത്തിലെ ആദ്യ ഗോളിന് ശേഷം കണ്ണീരണിഞ്ഞു നിൽക്കുന്ന മെസ്സി. എന്തുകൊണ്ടാണ് മെസ്സി കരഞ്ഞത് എന്ന് ലോകം തിരക്കുന്നു. ആദ്യ ഗോളിന് പിന്നാലെ താൻ കരഞ്ഞുവെന്ന് മെസ്സിയും സമ്മതിച്ചു. അത് പക്ഷേ കളിയുടെ സമ്മർദ്ദം കൊണ്ടല്ല, കളിക്കളത്തിന് പുറത്ത് താൻ നേരിട്ട ചില സമ്മർദ്ദം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒട്ടേറെ വിഷമഘട്ടങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത്, എല്ലാം വ്യക്തിപരം എന്ന് മെസ്സി പറഞ്ഞു. ഇത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിഷയമല്ല, വ്യക്തിപരമായ വിഷയം. വളരെ വേദനാജനകമായ ദിവസങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത്. ഇത് കളിയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യം. ഞാൻ വളരെ സങ്കീർണ ദിവസങ്ങളിലൂടെയാണിപ്പോൾ യാത്ര ചെയ്തത്. അർജന്റീന വിജയിച്ചു. കാണികളുടെ മനസ്സിലെ ആ 3 ഗോളുകൾ. എന്നാൽ അതിലപ്പുറം കാലത്തെ തോൽപ്പിച്ച ഒരു വലിയ മനുഷ്യനെ നമ്മൾ കാണുന്നു. ഒരു ചാമ്പ്യൻ ടീമിൻ്റെ ആത്മവിശ്വാസം ഉയർത്തുന്നു. ഒരു ടീം എന്ന നിലയിൽ അർജന്റീന ഏറെ പ്രതീക്ഷയിലേക്ക് വളരുന്നു. 2006 മുതൽ ഇന്ന് വരെ ഒരുപാട് സ്വപ്നങ്ങൾ, കണ്ണീർ, പരാജയങ്ങൾ. ഒടുവിൽ 2022 ലോകകപ്പ് ഉയർത്തി നിന്ന മെസ്സി അന്ന് ലോകത്തോട് പറഞ്ഞു, തൻ്റെ വിജയത്തിന് പിന്നിൽ ദൈവമാണ്. ഒരു ദിവസം മെസ്സിയും ഫുട്ബോളിൻ്റെ ആ ബൂട്ട്സ് അഴിച്ചു വയ്ക്കും. പക്ഷേ ലോകത്തിൻ്റെ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം, ഫുട്ബോൾ കളി ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാത്തിടത്തോളം കാലം അവിടെ മെസ്സി ജീവിക്കും. ഇന്ന് ലോകം പ്രണയിക്കുന്ന ഫുട്ബോൾ മെസ്സിയിലൂടെയാണ് കടന്നു പോകുന്നത്. മെസ്സി ഒരു കളിക്കാരൻ മാത്രമല്ല, നമ്മുടെ യുവത്വത്തിൻ്റെ ഓർമ്മകളുടെ, സ്വപ്നങ്ങളുടെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്. ഇനി എന്ത് എന്ന ചോദ്യം നമുക്ക് മുന്നിൽ വരുമ്പോൾ പലരും മെസ്സിയെ ഓർക്കും. 6 ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ താരമായി
ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരമാകുന്നു. മെസ്സിയുടേതൊരു ഗോളല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. അത് ലോകത്തിന് നൽകുന്ന, ഫുട്ബോളിന് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ലോകം നോക്കി നിൽക്കുന്ന വലിയ വേദി, ഏറെ സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ മെസ്സി എന്ന കളിക്കാരൻ എല്ലാ സമ്മർദ്ദങ്ങളെയും തട്ടിമാറ്റി ഗോൾ വല മാത്രമായിരിക്കും മെസ്സിയുടെ ലക്ഷ്യം. പ്രതിരോധം പൊളിച്ച് ഗോൾ വല ലക്ഷ്യമാക്കി മെസ്സിയുടെ മുന്നേറ്റം. അവിടെ ലക്ഷ്യമൊന്നു മാത്രം. അതെ, മെസ്സിയുടെ സിഗ്നേച്ചർ സ്റ്റൈലുകൾ ഇന്ന് ലോകത്തിന് ഏറെ കൗതുകമുണ്ടാക്കുന്നു. ക്ലാസിക് മെസ്സി ഗോൾ എന്നാണ് മെസ്സിയുടെ ആദ്യ ഗോളിനെ ഇപ്പോൾ ലോകം വിശേഷിപ്പിക്കുന്നത്. റോഡ്രിഗോ ഡി പോളിൻ്റെ മനോഹരമായ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ്, അതിൽ നിന്നായിരുന്നു തുടക്കം. പന്തുമായി മുന്നേറുന്ന മെസ്സി ബോക്സിന് വെളിയിൽ നിന്ന് തൊടുത്ത പവർഫുൾ ഷോട്ട്. അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് സിദാൻ കാഴ്ചക്കാരനായി നിൽക്കുന്നു. 1966 ശേഷം ലോകകപ്പിൽ ബോക്സിന് പുറത്തുനിന്ന് നേടുന്ന 5ാമത്തെ ഗോൾ. ഇതോടെ ബ്രസീലിയൻ ഇതിഹാരം റിവെല്ലിയോനോയുടെ റെക്കോർഡിനൊപ്പം മെസ്സിയുമെത്തി. മെസ്സിയെപ്പോലുള്ള ഇതിഹാസങ്ങൾക്ക് പലപ്പോഴും ഗാംഭീര്യത്തിൻ്റെ പ്രഭങ്ങൾ തലയ്ക്ക് പിടിക്കാം. എന്നാൽ മെസ്സി ഒരു വിനീത ആരാധകനാണ് ദൈവത്തിൻ്റെ. 2022 ലോകകപ്പ് അർജന്റീന ലോകകപ്പ് ട്രോഫി ഉയർത്തിയതിന് തൊട്ടു പിന്നാലെ ലയണൽ മെസ്സിയുടെ ചില വാക്കുകൾ. ദൈവമാണ് എന്നെ ഇങ്ങനെ കളിക്കാൻ പ്രേരിപ്പിച്ചത്. തൻ്റെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം എപ്പോഴും ലോകത്തോട് തുറന്നു പറയാൻ ലയണൽ മെസ്സി ഒരിക്കലും മടികാട്ടിയില്ല. തന്നെ തെരഞ്ഞെടുത്ത ദൈവം ലോകത്തിലേക്ക് അയച്ചു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മികച്ച കളിക്കാരനായി താൻ മാറിയെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ദൈവത്തിനാണ് മെസ്സി നൽകുന്നത്. ദൈവത്തെ അത്രയേറെ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന മറ്റൊരു മിശിഹ, ആ ഫുട്ബോളിൻ്റെ മിശിഹ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരത്ഭുതമാണ്. ഗോൾ വലയിലേക്ക് ഓടിയെത്തുന്ന ഗോട്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മെസ്സിയെ വിശേഷിപ്പിക്കുന്നത്. അർജന്റീനയുടെ ഈ രാജകുമാരൻ ഇപ്പോൾ ലോകത്തിൻ്റെ ആരാധനാപാത്രമാണ്. ഈ 39കാരന് മുന്നിൽ ലോക റെക്കോർഡുകൾ ഒന്നൊന്നായി വഴിമാറുന്നു. മത്സരത്തിലെ മെസ്സിയുടെ ആദ്യ ഗോൾ മനോഹരമായ ഒരു കവിത പോലെയാണ് ലോകം ആഘോഷിക്കുന്നത്. പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ആ ഷോട്ട് വെടിയുണ്ടയെയും അതിശയിപ്പിച്ച് കളയും. ആദ്യ ഗോൾ പിറന്നതോടെ ഇത് കാൻസാസിൽ പിറക്കാൻ പോകുന്ന ഗോൾ പഴിയുടെ തുടക്കമായി. ഹാട്രിക് ഗോളുകൾ നേടിയതോടെ കോച്ച് പെട്ടെന്ന് തന്നെ മെസ്സിയെ പുറത്തേക്ക് വിളിച്ചു. മൈതാനത്ത് എൻ്റെ വഴിയിൽ കാര്യങ്ങൾ വന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഈ അത്ഭുതകരമായ സംഘത്തോട് നന്ദിയുണ്ട്. ഇതായിരുന്നു മെസ്സിയുടെ വാക്കുകൾ. അർജന്റീനൻ ടീമിനെ ചേർത്ത് പിടിക്കുന്ന നായകൻ. അങ്ങനെ കാൻസാസ് സിറ്റിയുടെ ആകാശരേഖയ്ക്ക് പിന്നിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ 6 ലോകകപ്പുകളിൽ പങ്കെടുക്കുന്ന ചരിത്രത്തിലെ ആദ്യ കളിക്കാരനായി ആ 39കാരൻ മാറി. കളിയിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ. തൻ്റെ രാജ്യത്തിനായി 200ാം മത്സരത്തിൽ മറ്റൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എൻ്റെ കുടുംബത്തോടൊപ്പം, എൻ്റെ സഹതാരങ്ങൾക്കൊപ്പം, എപ്പോഴും കൂടെയുള്ളവർക്കൊപ്പം ഞാൻ ഈ വിജയം ആസ്വദിക്കുന്നുവെന്നായിരുന്നു മെസ്സിയുടെ മറുപടി. ആരാധകരോട് എനിക്ക് നന്ദിയുണ്ട്. അർജന്റീനയ്ക്ക് ഇക്കാര്യത്തിൽ ഭ്രാന്താണ് എന്നവർ ഒരിക്കൽ കൂടി തെളിയിച്ചു. ഞാനിപ്പോൾ അനുഭവിക്കുന്നതൊക്കെ വെറും ബോണസ്. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നേടണമെന്ന സ്വപ്നം കണ്ടതിലും കൂടുതൽ നേടിക്കഴിഞ്ഞു. പ്രൊഫഷണലായും വ്യക്തിപരമായും ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ, ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ എത്രയോ മടങ്ങ് എനിക്ക് ലഭിച്ചു. ലോകകപ്പിൽ തൻ്റെ ആദ്യ ഗോൾ നേടുന്ന അതേ സന്തോഷത്തിലാണ് മെസ്സി ഓരോ വിജയങ്ങളും ഇപ്പോൾ ആഘോഷിക്കുന്നത്. പ്രായം മെസ്സിയുടെ കഴിവിനെ മങ്ങലേൽപ്പിച്ചിട്ടില്ല. 35 വയസ്സിനു ശേഷം മെസ്സി നേടിയത് 10 ലോകകപ്പ് ഗോളുകൾ. നക്ഷത്രങ്ങളിൽ മെസ്സിയുടെ പേരെഴുതി ചേർത്തിരിക്കുന്നു. ഭൂമിയിൽ മെസ്സി സംഗീതമാണ്. കൈകൾ ഉയർത്തി, കണ്ണുകൾ ആകാശത്തേക്കുയർത്തി, ആയിരക്കണക്കിനല്ല 10,000കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആരാധകർ തൻ്റെ പേര് ആർത്തു വിളിക്കുന്നത് മെസ്സി അനുഭവിച്ചറിയുന്നു. മത്സരത്തിൻ്റെ അവസാന വിസിൽ മുഴങ്ങിയതിനു ശേഷവും ആയിരക്കണക്കിന് അർജന്റീനൻ ആരാധകർ സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കാതെ അവിടെ നിൽക്കുന്നു. നീലയും വെള്ളയും കലർന്ന ഒരു കടലായിരുന്നു അത്. ഇടതടവില്ലാതെ ഡ്രമ്മുകൾ മുഴങ്ങി. അർജന്റീനൻ ആരാധകരുടെ അതിശക്തമായ ആരവം. പലരും മെസ്സിയുടെ പേര് പുറകിൽ ധരിച്ചിരുന്നു. മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ ചിത്രം ടാറ്റു ചെയ്ത് തങ്ങളുടെ ശരീരഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചു. എല്ലാ സംഭാഷണങ്ങളും ചെന്നെത്തുന്നത് മെസ്സി എന്ന ഒറ്റ പേരിൽ. ലോകം മെസ്സിയിലേക്ക് ചുരുങ്ങിയ ഒരു ദിനമാണ് കടന്നു പോകുന്നത്. ലോകത്തിന് മെസ്സി ഒരു കളിക്കാരനല്ല, ലോകത്തിന് മെസ്സി ഇന്നൊരു ഹീറോ, ഒരു വിഗ്രഹമായി മാറിയിരിക്കുന്നു. അർജന്റീന 1 ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുന്ന സമയം ആദ്യ പകുതിയിൽ മെസ്സിക്ക് മുന്നിൽ വന്ന ഒരു വെല്ലുവിളി.
ഒരു ചുവപ്പ് കാർഡ് മെസ്സിക്ക് കിട്ടുമോ എന്ന് ഭയന്നുപോയി ആരാധകർ. ചുവപ്പ് കാർഡ് മെസ്സിക്ക് ലഭിച്ചിരുന്നു എങ്കിൽ കളി വളരെ വ്യത്യസ്തമാകുമായിരുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്നു. ചുവപ്പ് കാർഡിന് അരികിലെത്തി നിൽക്കുന്ന മെസ്സി, എന്നാൽ അതിലപ്പുറം ശാന്തനായ ഒരു കളിക്കാരനെയാണ് നമ്മൾ മെസ്സിയിലൂടെ കാണുന്നത്. നിങ്ങൾ വീണ്ടും കാണുമ്പോൾ ലയണൽ മെസ്സി പന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കാതെ ഒരു ഫുട്ബോൾ ആക്ഷൻ നടത്താൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ കൂട്ടിയിടികളും ചുവപ്പ് കാർഡിൽ ചെന്നെത്തില്ല എന്നാണ് മെസ്സി ആരാധകർ പറയുന്നത്. ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് കളി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.